കഴിഞ്ഞ ദിവസം ലഡാക്കിൽ നിന്ന് ഒരു വീഡിയോ വൈറലായിരുന്നു. ഒരു പെൺകുട്ടി ലഡാക്കിലെ ഒരു സെൻസിറ്റീവ് ഏരിയയിൽ നിന്ന് സൈന്യത്തെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണ് വൈറലായത്. ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ ജെൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നും, അതായത് സൈന്യം നിരോധിച്ചിരിക്കുന്ന ഒരു മേഖലയുണ്ട്, ആ നിരോധിത മേഖലയിലേക്ക് എനിക്ക് കടക്കണം, അത് കടന്നേ തീരൂ, കാരണം ഞാൻ ജെൻസിയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമുണ്ടായിരുന്നു. അതേ തുടർന്ന് രാജ്യത്തുടനീളം ഈ പെൺകുട്ടിയുടെ വീഡിയോ പ്രചരിക്കുകയും ഈ പെൺകുട്ടി പിന്നീട് വന്ന് മാപ്പ് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനും സാധിച്ചു. ഇപ്പോഴിതാ സൈന്യം രാജ്യത്തെ ജെൻസിക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ്. ലഡാക്കിലെ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട വൈറലായ വീഡിയോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം ഉയർന്നിട്ടുണ്ട്. വീഡിയോയിൽ ഒരു പെൺകുട്ടി സ്വയം ജെൻസി എന്ന് വിളിച്ച് നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നതെന്ന് അവകാശപ്പെട്ട് ജവാന്മാർക്കെതിരെ പ്രതിഷേധിക്കുന്നത് കാണാം. ഈ വീഡിയോ വൈറലായതോടുകൂടി ജെൻസി ആണെന്ന് പറഞ്ഞ് ഇക്കാലത്ത് തു ജനതാ നഹി മേരാ ബാപ്പ് കോൻ ഹേ എന്ന പഴയ കാലം പോലെ ആയില്ലേ എന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ചോദിച്ചു. പെൺകുട്ടി പിന്നീട് ക്ഷമാപണം നടത്തി. പക്ഷേ ഈ വിഷയത്തിൽ ഇന്റർനെറ്റിൽ ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വൈറലായ വീഡിയോയിൽ പെൺകുട്ടിയുടെ ആക്രമണാത്മക മനോഭാവത്തെ പോലും പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ സമാധാനത്തോടെയും സംയമനത്തോടെയും സാഹചര്യം കൈകാര്യം ചെയ്തു. ഈ വിവാദത്തിനിടയിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും രാജ്യത്തെ സൈനികരുടെയും സമർപ്പണത്തെ കാണിക്കുന്ന നിരവധി വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതിൽ കനത്ത മഴയിലും ഗതാഗതം നിയന്ത്രിക്കുകയും മോശം കാലാവസ്ഥയിൽ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന സൈനികരെ കാണാം. കൊടും തണുപ്പിലും മഴയിലും അതിർത്തിയിൽ ജീവൻ പണയപ്പെടുത്തിയ ഡ്യൂട്ടിയിലുള്ള സൈനികരുടെ സമർപ്പണവും ത്യാഗവും ശമ്പളം അല്ലെങ്കിൽ ജോലി എന്ന വീക്ഷണകോണിൽ നിന്ന് മാത്രം കാണരുതെന്ന് നെറ്റിസന്മാരും മുൻ സൈനികരും പറയുന്നു. ഇപ്പോഴിതാ ഈ വിവാദത്തിനിടയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെയും സുരക്ഷാ സേനയുടെയും സമർപ്പണത്തെ കാണിക്കുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഒരു വീഡിയോയിൽ കനത്ത മഴയിൽ നനഞ്ഞിട്ടും ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു ജവാൻ ദേശസ്നേഹം തെളിയിക്കാൻ ക്യാമറകളോ കയ്യടിയോ ആവശ്യമില്ലാത്ത യഥാർത്ഥ ഹീറോകളാണ് ഇവരെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ എഴുതി. അതുപോലെ വടക്കൻ സിക്കിമിലെ ലാച്ചിനിൽ നിന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വിരമിച്ച സൈനികർ ഈ പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ സൈനികരും ടാക്സ് അടയ്ക്കുന്നുണ്ട്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, സൈനികർ അവർ രാഷ്ട്രത്തിൻ്റെ വലിയ നിർമ്മാണത്തിനൊന്നുമല്ല സൈനിക പ്രവർത്തനം നടത്തുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാനൊന്നുമല്ല സൈനിക പ്രവർത്തനം നടത്തുന്നത്. അവർ സൈനിക പ്രവർത്തനം നടത്തുന്നത് എന്തിനാണ്? അവരുടെ കുടുംബം പോറ്റാനാണെന്ന് പല ആൾക്കാരും പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ പണി നിങ്ങൾക്ക് തരാം. നിങ്ങൾ വന്ന് കുടുംബം പോറ്റാൻ സൈന്യത്തിൽ പ്രവർത്തിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അത് റിസ്ക് പിടിച്ച പണിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ റിസ്ക് പിടിച്ച പണി, രാജ്യത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് റിസ്ക് പിടിച്ച പണി ഏറ്റെടുത്ത് ആ റിസ്ക് പിടിച്ച പണി അവിടെ ഏത് നിമിഷവും തങ്ങളുടെ തലയിൽ ഒരു ഗ്രനേഡോ ബോംബോ ഒരു ഡ്രോണോ വന്ന് വീഴാമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി രാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ച് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓരോ സൈനികനും അവിടെ പണി നടത്തുന്നത്. ഓരോ സൈനികരും അവിടെ പണിക്ക് നിൽക്കുന്നത്. കേവലം ശമ്പളം മാത്രം കൊടുത്താൽ ഇങ്ങനെ പണി ചെയ്യാൻ ആളെ കിട്ടില്ല, അതിന് മനസ്സിൽ ദേശസ്നേഹം കൂടെ വേണമെന്നാണ് വിരമിച്ച സൈനികർ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് മറുപടിയായി പറഞ്ഞിരിക്കുന്ന. ന്യൂസ് ഡെസ്ക് മലയാളം.